അശ്വമേധത്തിന്റെ 25 വർഷങ്ങൾ ആഘോഷിച്ച് GS പ്രദീപും കൈരളിയും. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിനോദ പരിപാടികൾക്കുപരി വൈജ്ഞാനിക സാംസ്കാരിക പരിപാടികൾ കൊണ്ടുവന്ന കൈരളിയെയും GS പ്രദീപിനെയും പിണറായി വിജയൻ അഭിനന്ദിച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MD ക്യൂസ് മാസ്റ്റർ GS പ്രദീപിനും സ്നേഹോപഹാരം കൈമാറി. അറിവും കലയും ഒന്നിച്ച് GS പ്രദീപ് അവതരിപ്പിക്കുന്ന റിവേഴ്സ് ക്വിസ് പരിപാടിയാണ് അശ്വമേധം. അസാധാരണമായ വായനയും അനിതര സാധാരണമായ ഓർമ്മശക്തിയുമുള്ള വ്യക്തിയുടെ പോരാട്ടമായിരുന്നു അശ്വമേധം. വിനോദ പരിപാടി എന്നതിലുപരി തലമുറകളിൽ അറിവും ചരിത്രബോധവും വളർത്തിയതാണ് കൈരളി TVയിൽ അവതരിപ്പിച്ചിരുന്ന അശ്വമേധം പരിപാടി. യുവതലമുറകൾക്ക് വിജ്ഞാനത്തിന്റെ മായിക ലോകം തുറന്നുകൊടുത്ത GS പ്രദീപിനും അതിന് വഴികാട്ടിയായ കൈരളി ന്യൂസിനെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അഭിനന്ദിച്ചു. കേവല വിനോദ ഉപാധി എന്ന നിലയിൽ നിന്ന് ഒരു വിജ്ഞാന പ്രസരണ ഉപാധി എന്ന നിലയിലേക്ക് പരിപാടികളെ എങ്ങനെ മാറ്റാമെന്നും കൈരളിയുടെ സംരംഭകർ ആലോചിച്ചു. ആ ആലോചനയുടെ കണ്ടെത്തലാണ് GS പ്രദീപിൻ്റെ അശ്വമേധം. പുതുമയാർന്ന ആ പരിപാടി പ്രദീപിനെയും കൈരളി TVയെയും സ്വീകാര്യതയുടെ പുതുതലങ്ങളിലേക്ക് എത്തിച്ചു. ആർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ക്വിസ് മത്സരം നടത്താൻ കഴിഞ്ഞത് GS പ്രദീപിന്റെ സിദ്ധി കൊണ്ട് മാത്രമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MD പറഞ്ഞു. പക്ഷെ ഇതുവരെ ആർക്കും അനുകരിക്കാൻ കഴിയാത്തൊരു പരിപാടിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. അത് പ്രദീപിന്റെ മാത്രം ഒരു സിദ്ധിയായിരിക്കും. പ്രദീപ് ഈ അശ്വമേധവുമായിട്ട് പോകാത്തൊരിടമില്ല. കപ്പലിൽ പോയി അശ്വമേധം കളിച്ചു, വിമാനത്തിൽ പോയി അശ്വമേധം കളിച്ചു, ആർട്ടിക്കയിൽ പോയി, അന്റാർട്ടിക്കയിൽ പോയി, കോളേജ് ക്യാമ്പസുകളിൽ പോയി, എല്ലാ ഇടങ്ങളിലും പ്രദീപ് അശ്വമേധം കളിച്ചത്. ലോകത്തിൻ്റെ ഒരു കോണും യഥാർത്ഥത്തിൽ അശ്വമേധം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു സാധാരണ 25 വയസ്സുകാരനെ ക്വിസ് മാസ്റ്ററിലേക്ക് എത്തിച്ച കൈരളിയിലെ ആദ്യകാല ഓർമ്മകൾ GS പ്രദീപും പങ്കുവച്ചു. നിങ്ങൾക്ക് ഈ ആളുകളെയൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരാളിനെ വിചാരിച്ചു, കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രമിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അദ്ദേഹം ഒരു കുസൃതിക്കാരൻ്റെ ചിരിയോടുകൂടി മദർ തെരേസയെ പോലുള്ള ആളുകളെയൊക്കെ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടൊരു പേരെഴുതി വെച്ചപ്പോൾ പെട്ടെന്നൊരു ഉൾവിളിയിൽ അതിലെന്തോ ഒരു കൗതുകമുണ്ടല്ലോ എന്ന തോന്നലിൽ അന്നത്തെ പ്രധാന വാർത്താ വിഷയമായിരുന്ന ചോദ്യങ്ങളൊന്നുമില്ലാതെ മോണിക്ക ലെവിൻസ്കി ആണോ മനസ്സിൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഷേക്കൻഡ് തരികയും ഈ കരാർ ഒപ്പിട്ട് ഇതൊരു ടെലിവിഷൻ പ്രോഗ്രാം ആക്കുമെന്ന് അന്നത്തെ പ്രൊഡക്ഷൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ശ്രീ സുന്ദരനോട് പറയുകയും ചെയ്ത മലയാളത്തിലെ അനുകരിക്കപ്പെടാത്ത മഹാവ്യക്തിത്വം, പൗരുഷം, നടനത്തിൻ്റെ പരമവാക്കായ ശ്രീ മമ്മൂട്ടി ഇല്ലെങ്കിൽ ഞാനും അശ്വമേധവും ഇല്ല തന്നെ. കൈരളിയും സ്വരലയയും നമ്മൾ മീഡിയയും ചേർന്നൊരുക്കിയ ചടങ്ങിന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MD അധ്യക്ഷനായി. പരിപാടിയിൽ മന്ത്രിമാരായ CP ജോൺ, വിഷ്ണുനാഥ്, സിനിമാ താരം ബേസിൽ ജോസഫ്, ഫർസാന, സംവിധായകൻ ചിദംബരം എന്നിവർ മുഖ്യാതിഥികളായി. 25ാം വാർഷികത്തിന്റെ ഭാഗമായി സംഗീത നിശയും അരങ്ങേറി. കേരളത്തിന്റെ അതിർത്തിയും കടന്ന നിരവധി ഭാഷകളിൽ ഇതിനോടകം തന്നെ അശ്വമേധം സഞ്ചരിച്ചു കഴിഞ്ഞു. AI സാങ്കേതിക വിദ്യയുടെ കാലത്തും വായനയുടെ കരുത്തിൽ എതിരാളികളെ വിറപ്പിക്കുന്ന ക്വിസ് മാസ്റ്റർ ഇനിയും തുടരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.